ഇത് കണ്ടോ റോസാപ്പൂ, നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഇനി നമുക്ക് നടന്ന് ആ ഭാഗത്താണ് പോകേണ്ടത്, അവിടെയാണ് മൊണാസ്ട്രി. ലേക്കിൽ ഒരുപാട് ബോട്ട് ആക്ടിവിറ്റീസും ബോട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ എല്ലാം അങ്ങനത്തെ പരിപാടികളാണ്. ഇത് കണ്ടോ, വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഈ മൊണാസ്ട്രികളൊക്കെ പല പ്രാവശ്യം നശിച്ചു പോയിട്ടുണ്ട്, യുദ്ധങ്ങളിലും അല്ലെങ്കിൽ ഭൂമി കുലുക്കങ്ങളിലും ഒക്കെ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷമൊക്കെ ഒരു പുനർനിർമ്മിച്ചതൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു മുനമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഫുൾ ഒരു നമ്മുടെ സെവാൻ ലേക്കിൻ്റെ 360 വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം കൈകൊണ്ട് പല കാലഘട്ടത്തിൽ കൊത്തി എടുത്ത സംഭവങ്ങളാണ്. മൂൺസ്റ്റോൺ. നമ്മൾ സേവനവാങ്ക് മൊണാസ്ട്രിയിലോട്ടാണ് ആദ്യം പോകുന്നത്. ഈ സെവാൻ ലേക്കിൻ്റെ അടുത്തുള്ളൊരു മൊണാസ്ട്രിയാണ് സേവനവാങ്ക് മൊണാസ്ട്രി. ഒരു പഴയ മൊണാസ്ട്രിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലേക്ക് സെവാനിലോട്ട് യാത്ര കണ്ടിന്യൂ ആണ്. സാക്കസോർ കേബിൾ കാറിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങാണ്. ഇപ്പോൾ ഈ സൈഡിലൊക്കെ കണ്ടോ, ഹോട്ടലുകളാണ്, പക്ഷേ നല്ല രസമുള്ള കൺസ്ട്രക്ഷനാണ്. ഓട് പോലെയൊക്കെയുള്ള കൺസ്ട്രക്ഷനാണ്, ഓട് വാങ്ങിയതുപോലെ. ഇവിടെ ഒരു സിപ്പ് ലൈൻ ആക്ടിവിറ്റി ഉണ്ട്. നമ്മൾ പിന്നെ സിപ്പ് ലൈനിൽ പോയില്ല. സിപ്പ് ലൈനിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ പരിപാടിയും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. രാവിലെ ട്രിപ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഗൈഡിനോട് ചോദിച്ചത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് സെവാൻ ലേക്കിന് എത്ര കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് 17 എന്നാണ്. ഞാനിപ്പോൾ നെറ്റിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് 70 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഏറവൻ ടൗണിൽ നിന്ന് 70 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഇംഗ്ലീഷ് അത്ര കാര്യമായിട്ട് അറിയില്ല. നമ്മളെന്ത് ചോദിച്ചാൽ എസ് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 70 കിലോമീറ്ററാണുള്ളത്. നമ്മളിപ്പോൾ അങ്ങനെ ഒരു കുന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് വശത്തും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ പതിയെ കൃഷിയൊക്കെ കാണാൻ തുടങ്ങി. ഇപ്പോൾ ഗോതമ്പ് പാടങ്ങൾ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ക്രോസ് ചെയ്തേ ഉള്ളൂ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് വശത്തും പൈൻ മരങ്ങൾ വെച്ചിട്ട് കാണാൻ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇത് കണ്ടോ, പുറത്തോട്ട് നോക്കിയാൽ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കുറേ നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടങ്ങളല്ല, ഗോതമ്പ് പാടമാണ്. ഗൈഡിനോട് ഗോതമ്പ് പാടമാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്നറിയാം, ബ്രെഡാണ്. ബ്രെഡ്, അതായത് ബ്രെഡ് ഉണ്ടാക്കുന്ന സാധനമാണ്, വീറ്റല്ല എന്നാണ് പറഞ്ഞത്. അതായത് സംഭവം ഗോതമ്പ് പാടമാണ്. പക്ഷെ പുള്ളിക്ക് അറിയില്ല, എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. പുള്ളിക്ക് ഇംഗ്ലീഷ് തീരെ വശമില്ല, ഭാഷ അറിയില്ല എന്നുള്ള ഒറ്റ പ്രശ്നമാണ്. അഡ്ജസ്റ്റ് ചെയ്ത് ശരിക്കും നമ്മൾ ബുക്ക് ചെയ്തൊരു പുള്ളി വേറെ ഏതോ ഒരു ഗസ്റ്റുമായിട്ട് തിരക്കിലാണ്. അതുകൊണ്ട് ഇന്നലെ ടെമ്പററി ഒരു ആളെ സെറ്റ് ചെയ്ത്, ഇന്നും വേറൊരാളാണ്. പുള്ളി ചിലപ്പോൾ നാളെ വരുമായിരിക്കും, അറിയില്ല. Which mountain is that? ഇതുണ്ടോ, റെയിൽവേ ലൈനാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ സെവാൻ ഏരിയയിലെത്തി. ലേക്കിനടുത്തെത്തിയില്ല, ഒരു സെവാൻ എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ അടുത്തെത്താറായി. അവരുടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഈ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടലുകളുണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റുകൾ. ഈ അർമേനിയയിലെ ഏറ്റവും വലിയ
ശുദ്ധജല തടാകമാണ് ലേക്ക് സവാന. ഇവർക്ക് ശരിക്കും കടൽ ഇല്ല. ഇവരുടെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഏക ഒരു സ്രോതസ് എന്ന് പറയുന്നത് ലേക്ക് സെവാനാണ്. കോക്കസസ് ഏരിയയിൽ ഉള്ള ഏറ്റവും വലിയ ശുദ്ധജല തടാകവും ഇത് തന്നെയാണ്, സെവൻ ലേക്ക് തന്നെയാണ്. ഈ അരവനിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്ററാണ് സെവാനിലോട്ടുള്ള ലേക്ക് സെവാനിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമുദ്രനിരപ്പിൽ നിന്ന് 1900 മീറ്റർ മുകളിലാണ് ഈ തടാകം ഉള്ളത്. ഈ മഞ്ഞുരുകി വരുന്ന വെള്ളവും അതുപോലെയുള്ള ചെറിയ നദികളിൽ നിന്ന് വരുന്ന വെള്ളമാണ് മെയിനായിട്ടുള്ളത് മഞ്ഞുരുകിയിട്ട് വരുന്ന വെള്ളമാണ്. നമ്മൾ സേവനവാങ്ക് മൊണാസ്ട്രിയിലോട്ടാണ് ആദ്യം പോകുന്നത്. ഈ സെവാൻ ലേക്കിൻ്റെ അടുത്തുള്ളൊരു മൊണാസ്ട്രിയാണ് സേവനവാങ്ക് മൊണാസ്ട്രി. ഒരു പഴയ മൊണാസ്ട്രിയാണ്. ദൂരെ കാണുന്നതാണ് സേവനവാങ്ക് മൊണാസ്ട്രി. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് സെവാൻ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നിന്നുകൊണ്ട് ഉള്ളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരെ കാണുന്നുണ്ട് മൊണാസ്ട്രി. നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്ന് തന്നെ ആൾക്കാരെ കാണുന്നുണ്ട്. We are going monastery first? Yeah. Can't go this. Go. ഓക്കെ. കാറ് മുകളിൽ വരെ പോകില്ല, കുറച്ച് നടന്ന് വേണം മുകളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി നമ്മളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ. ഇത് കണ്ടോ റോസാപ്പൂ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വേണം മൊണാസ്ട്രിയിലോട്ട് പോകാൻ. ആദ്യം നമുക്ക് സേവനവാങ്ക് മൊണാസ്ട്രിയുടെ കാഴ്ചകൾ കണ്ടിട്ട് പിന്നെ സെവാൻ ലേക്കിലോട്ട് പോകാം. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇങ്ങനെ കയറി വേണം മേലിലോട്ട് പോകാൻ. പുറകെ കാണുന്നതാണ് സെവാൻ ലേക്ക്. ഇനി നമുക്ക് നടന്ന് ആ ഭാഗത്താണ് പോകേണ്ടത്. അവിടെയാണ് മൊണാസ്ട്രി. ഇങ്ങനെ മേളിൽ കയറിയിട്ടത് വഴി ഇങ്ങനെ നടന്നു പോകണം. ഈ പോകുന്ന വഴിക്കൊക്കെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പല പല സാധനങ്ങളും വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇവർ വരച്ച പടങ്ങളാണ്. നമ്മളിതിൻ്റെ താഴെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഈ ഭാഗത്ത് കുറച്ച് കയറിയപ്പോൾ തന്നെ നല്ലപോലെ തളർന്നു. ആ ഭാഗത്ത് ആ മലയുടെ താഴെ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. അതിലിങ്ങനെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമാണ്. ആ ഒരു കോർണറിലൊക്കെ കുറച്ച് കെട്ടിടങ്ങൾ, ഹോട്ടലുകളായിരിക്കും. ലേക്കിൽ ഒരുപാട് ബോട്ട് ആക്ടിവിറ്റീസും ബോട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടെ എല്ലാം അങ്ങനത്തെ പരിപാടികളാണ്. നമ്മളെന്തായാലും ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് മൊണാസ്ട്രിയുടെ ഒരു ഭാഗം. ഞാനിപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടതാണ്. അതായത് മുമ്പ് ഈ ഒരു മൊണാസ്ട്രി സെവാൻ ലേക്കിൻ്റെ ഉള്ളിലായിരുന്നു. അതിനുശേഷം 1930കളിൽ സോവിയറ്റ് യൂണിയൻ്റെ ഭരണകാലത്ത് ഇവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെവാൻ ലേക്കാണ് ഇവർക്ക് ഈ ഒരു ഏരിയയിലുള്ള ഏക ശുദ്ധജല തടാകം. അപ്പോൾ ഇവിടുന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ജോസഫ് സ്റ്റാലിൻ്റെ ഭരണകാലത്ത്, അതായത് സോവിയറ്റ് യൂണിയൻ്റെ ഭരണകാലത്ത് ഇവിടുന്ന് ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് 40 മീറ്റർ താഴത്തിലൊരു ടണൽ ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ശുദ്ധജലം ഇവർ വേറൊരു തൊട്ടടുത്തുള്ള ഒരു നദിയിലോട്ട് ഒഴുക്കിയിട്ട് അവിടെ നിന്ന് അർമേനിയയ്ക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ചുറ്റുപാടുമുള്ള മലകളൊക്കെ ആ സമയത്ത് തെളിഞ്ഞു വന്നതാണ്. മുമ്പ് ഒരു ദ്വീപിനകത്തായിരുന്നു ഈ ഒരു മൊണാസ്ട്രി. പക്ഷേ ഇപ്പോൾ നമുക്ക് നടന്നു കയറി വരാം. ഈ ഒരു ഭാഗത്തെല്ലാം വെള്ളമായിരുന്നു. പിന്നെ ആ 40 മീറ്റർ വെള്ളം താഴ്ന്ന സമയത്താണ് ഈ ഒരു നടക്കാനുള്ള വഴിയൊക്കെ തെളിഞ്ഞു വന്നത്. പിന്നെ ഈ ടണൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ ഈ പരിസ്ഥിതി പ്രശ്നമൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ തന്നെ ആ ടണൽ അടച്ചു. അതിനുശേഷം പിന്നെ വെള്ളം കയറി വന്നിട്ടാണ് ഈ കാണുന്ന രീതിയിലായത്. ഇപ്പോഴും പക്ഷേ 40 മീറ്റർ ഉയരത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴും പകുതി, അതായത് ഏകദേശം 20 മീറ്ററോളമാണ് ഇതുവരെ വെള്ളം തെളിഞ്ഞത്. ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ. ഇവിടെയൊക്കെ കക്ചറുകൾ നമ്മൾ ഇന്നലെ കണ്ടില്ലേ, അതായത് കൽക്കുരിശുകൾ, മഞ്ഞ നിറത്തിലുള്ള കുറേ പൂക്കളൊക്കെ ഉണ്ട്. സൂപ്പർ. ഇത് കണ്ടോ, വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷേ ചൂട് ഇല്ല. ഈ മേളിൽ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് വലിയ ചൂടില്ല. പണ്ട് കാലത്ത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആൾത്താമസമൊന്നും ഇല്ലാത്ത ഏരിയ ആയിരുന്നു അന്ന്. അപ്പോൾ പ്രീസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്താൽ അവരെ കൊണ്ട് താമസിപ്പിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് പണ്ട് കാലത്ത് ഇത് ഈ മൊണാസ്ട്രി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പണിഷ്മെൻറ്റ് പോലെ ഈ ഒരു മൊണാസ്ട്രിയിലോട്ട് അയക്കി വരുന്നു. അങ്ങനെയായിരുന്നു.
ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന അവരുടെ മൊണാസ്ട്രിയുമായിട്ട് അല്ലെങ്കിൽ ചർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കെട്ടിടങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളാണ്. ഇപ്പോൾ നശിച്ചു പോയി. ഈ മൊണാസ്ട്രികളൊക്കെ പല പ്രാവശ്യം നശിച്ചു പോയിട്ടുണ്ട്. യുദ്ധങ്ങളിലും അല്ലെങ്കിൽ ഭൂമി കുലുക്കങ്ങളിലും ഒക്കെ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷമൊക്കെ ഒരു പുനർനിർമ്മിച്ചതൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ സേവൻ ലേക്കിൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് സേവനവാങ് മൊണാസ്ട്രി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അർമേനിയയിലെ ഈ ക്രിസ്ത്യാനിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊണാസ്ട്രിയാണ് ഇതെന്നാണ് ഞാൻ നെറ്റിൽ നോക്കിയാൽ മനസ്സിലായത്. കാരണം ഈ ക്രിസ്ത്യാനിറ്റിയുടെ പ്രചരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് മതപരമായിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെയുള്ള ഈ പൗരോഹിത്യം അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അതായത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പൗരോഹിത്യമൊക്കെ. ഇവിടെ ഒരു കൽക്കുരിശ് കാണുന്നുണ്ട്. ഇവിടെ ഇതിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭയങ്കര പ്രാധാന്യമാണുള്ളത്. ഇവിടെ കുരിശുകൾ ഇങ്ങനെ ഈ ഒരു ലെവലിൽ കല്ലിൽ കൊത്തിയാണ് എടുക്കുന്നത്. കച്ചർ എന്നാണ് ഇതിന് പറയുന്നത്. കച്കർ കൽക്കുരിശ്. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് ഈ മൊണാസ്ട്രി കേട്ടോ. ഞാൻ ശരിക്കും വിചാരിച്ചത് അതൊരു ചർച്ചും, കാരണം ഇത് പറഞ്ഞു തരാനൊന്നും ആരുമില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. നമ്മുടെ കൂടെ വന്ന ഇന്നത്തെ ഗൈഡ് അത്ര പോരാ. പുള്ളിക്ക് പോരാന്ന് പറഞ്ഞാൽ ആളിന് ഭാഷ അറിയില്ല, ഇംഗ്ലീഷ് തീരെ അറിയില്ല. ആംഗ്യ ഭാഷയിലാണ് ശരിക്കും പുള്ളിയോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ നെറ്റിൽ നോക്കിയിട്ട് പറഞ്ഞ മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഭൂകമ്പത്തിൽ ഇത് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചർച്ചിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ വിചാരിച്ചു അവിടെ ചർച്ചും മുമ്പോട്ട് വന്നാലാണ് മൊണാസ്ട്രി എന്നാണ് വിചാരിച്ചത്. മുമ്പുണ്ടായിരുന്ന ഒരു മൊണാസ്ട്രിയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ മൊണാസ്ട്രി ആയിട്ടൊന്നുമില്ല. ആദ്യം കണ്ടത് തന്നെയാണ് നമുക്ക് മൊണാസ്ട്രി എന്ന് പറയാൻ പറ്റുന്ന. അതും ആദ്യം കണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും ചുറ്റും നമ്മുടെ സവാൻ ലേക്കിൻ്റെ കാഴ്ചകളാണ്. സവാൻ ലേക്കിൽ പ്രധാനമായിട്ടും മഴ കൊണ്ട് വരുന്ന വെള്ളവും മഞ്ഞുരുകി വരുന്ന വെള്ളവും ഒക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുകൊണ്ട് ഇങ്ങനെ ലേക്ക് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഈ ഒരു മുനമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഫുൾ ഒരു നമ്മുടെ സവാൻ ലേക്കിൻ്റെ 360 വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരണമെന്നില്ല, നിർബന്ധമില്ല. വന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ല വ്യൂ കിട്ടും. പിന്നെ നമുക്ക് ഇതേ വ്യൂ നമുക്ക് അവിടെ മൊണാസ്ട്രിയുടെ അടുത്ത് നിന്നാലും കിട്ടും. പിന്നെ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ തിരക്കില്ലാതെ വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പോട്ടൊക്കെയാണ്. നമുക്കെന്തായാലും അങ്ങോട്ട് തന്നെ പോവാം. അങ്ങനെ നമ്മൾ നടന്ന് തിരിച്ചിവിടെ തന്നെ എത്തി. തിരിച്ച് നമ്മൾ മൊണാസ്ട്രിയുടെ അവിടെ തന്നെ എത്തി. ഇതാണ് മൊണാസ്ട്രി. AD 878 അശോക് രാജാവിൻ്റെ പുത്രി രാജകുമാരി ആണ് ഈ ഒരു മൊണാസ്ട്രി നിർമ്മിക്കുന്നത്. ഇതൊക്കെ അർമേനിയയിലുള്ള പഴയ രാജാക്കന്മാരൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അടക്കിയിട്ടുണ്ട്. ഇവിടെ ഏതോ കല്ലറകളാണ് ഈ കാണുന്നത്, പക്ഷേ ആരുടെയാണെന്ന് അറിയില്ല. ഈ പരമ്പരാഗതമായിട്ടുള്ള അർമേനിയൻ ക്രോസിൻ സ്റ്റൈലിലാണ് ഈ ഒരു ബിൽഡിങ് പണിതിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലൊരു ചെറിയ കിളിവാതിലുണ്ട്. ഇത് ആ പള്ളിയുടെ നേരെ പുറത്തുള്ളൊരു സംഭവമാണ്. നമ്മൾ ആ മെയിൻ ഒരു പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് കയറിയിട്ടില്ല. വെളിയിലിറങ്ങിയിട്ട് നെറ്റിൽ നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. അതായത് നമ്മൾ ആദ്യം കയറിയില്ല ഈ ഒരു പള്ളി. ഇതെന്ന് പറഞ്ഞാൽ സർ അസ്തറ്റ്വാസിൻ വിശുദ്ധ മാതാവിൻ്റെ, നമ്മളൊരു മാതാവിൻ്റെ ഫോട്ടോ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. മാതാവിൻ്റെ പള്ളിയാണ്. അതുപോലെ ഈ പള്ളി എന്ന് പറഞ്ഞാൽ വിശുദ്ധ അപ്പസ്തലൻ്റെ പള്ളിയാണ്. അതായത് സരപ് അരക്കലോസ്. നമുക്ക് ഇനി അതിനകത്ത് കയറിയിട്ട് വരാം. അങ്ങനെ ഈ രണ്ട് പള്ളികൾ ചേർന്നിട്ട് ഉള്ള ഒറ്റ ഒരു, അതായത് ഒരു ബിൽഡിങ്ങിനകത്ത് രണ്ട് പള്ളികളാണുള്ളത്. ഇവിടെ എല്ലാം കച്കറുകളുണ്ട്. അതെല്ലാം കൈകൊണ്ട് പല കാലഘട്ടത്തിൽ കൊത്തി എടുത്ത സംഭവങ്ങളാണ്. നല്ല തിരക്കായി. അതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തിറങ്ങി. അധികം അകത്ത് നിൽക്കാൻ പറ്റിയില്ല. അകത്ത് കയറി കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടെ അതിനകത്ത് പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നല്ല തിരക്കുണ്ട്. പുറകിലൊക്കെ ഉള്ള മലകളുണ്ട്. ഇത് വേറൊരു ചാപ്പലാണ്. നമുക്ക് അങ്ങോട്ടും പോവാം. ഇത് പുറത്തുള്ളൊരു ചാപ്പലാണ്. ഈ ഒരു ബിൽഡിങ്ങിനകത്ത് വീഡിയോഗ്രാഫി അലോഡല്ല. അവരെന്തോ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന സ്ഥലമാണ്.
ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. What is this stone? Obsidian. Obsidian. No obsidian. മൂൺ സ്റ്റോൺ. ഇതൊരു ചെറിയൊരു ഷോപ്പാണ് വരുന്ന വഴിക്ക്. ഇതുപോലെയുള്ള കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ. ജസ്റ്റ് കയറി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. പലതരത്തിലുള്ള കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒബ്സിഡിയൻ അത് മൂൺ സ്റ്റോൺ എന്നാണ് പറഞ്ഞത്. അത് വെള്ളം ലാവം ചെയ്തിട്ട് ഇത് കണ്ടോ നാച്ചുറൽ റോസ്. അപ്പോൾ സെവാങ്ക് മൊണാസ്ട്രിയുടെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ.